നമസ്തേ, ഡോക്ടർ നിർമ്മല നായർ. ഇന്ന് നമ്മൾ അറിയാനും പറയാനും പോകുന്നത് ഈ കടുത്ത വേനലിനെ കുറിച്ചാണ്. വേനൽ എങ്ങനെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കണം എന്നതാണ് ഇന്നത്തെ ചിന്ത. പുറത്തു പോകുമ്പോൾ കുട, ചെരുപ്പ്, തൊപ്പി എന്നിവയൊക്കെ ആയിട്ട് പോകാവൂ. അപ്പോൾ ചൂടിൽ നിന്നും വെയിലിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. വിയർപ്പ് കൂടുതലാകുമ്പോൾ ഉപ്പ് ശരീരത്തിൽ നിന്ന് ജലാംശവും ഉപ്പും നഷ്ടപ്പെടും. അപ്പോൾ ഉപ്പിട്ട നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം ഇവ ധാരാളമായി കുടിക്കുക. പിന്നെ ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വീകരിക്കുക. നമ്മളുടെ ചെറുപയർ ഇട്ട കഞ്ഞിയൊക്കെ വൈകുന്നേരം അത്താഴത്തിന് വളരെ നല്ലതാണ് ഈ വേനൽക്കാലത്ത്. ഉച്ചഭക്ഷണമായാലും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ചേർത്ത് പാതി വയർ ഭക്ഷിക്കാൻ ശ്രമിക്കുക. വയർ നിറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് ശരീരത്തിന് അനുഭവപ്പെടും. അതുകൊണ്ട് എപ്പോഴും വയർ നിറയെ ഭക്ഷണം കഴിക്കാണ്ട് അളവുകൾ കുറച്ചും പ്രാവശ്യം കൂട്ടി ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ 5-6 പ്രാവശ്യമായിട്ടാണ് ഭക്ഷണം പാനീയ രൂപത്തിൽ കഴിക്കേണ്ടത്. പിന്നെ ഈ വേനൽക്കാലത്ത് ശരീര സംരക്ഷണത്തിൽ വസ്ത്രങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പുറത്തു പോകുമ്പോൾ സിന്തറ്റിക് വസ്ത്രങ്ങൾ ഉപയോഗിച്ചാലും കഴിവതും 100% കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. അത് നമ്മുടെ ശരീരത്തിലേക്ക് വെന്റിലേഷൻ വരുത്തും. വീടിനുള്ളിലായാലും വെന്റിലേഷൻ ധാരാളം ഉണ്ടാവുക. അതിനുള്ള ശ്രമങ്ങൾ ചെയ്തു വച്ചിരിക്കണം. കാറ്റും വെളിച്ചവും നന്നായി ഉള്ളിടത്താണ് നമ്മൾ വിശ്രമിക്കേണ്ടത്. വേനൽക്കാലത്ത് വരാവുന്ന അസുഖങ്ങൾ കാറ്റിലൂടെയും ചൂടിലൂടെയും പറന്ന് വരുന്ന രോഗബാധയാണ് നമ്മൾക്ക് വരുന്നത്. ചിക്കൻ പോക്സ് ഉണ്ടാവാം, ചൂടുകയറും ഉണ്ടാവാം, മഞ്ഞപ്പിത്തം വരാം. ഇങ്ങനെ വയറിളക്കം, ഛർദി ഇതെല്ലാം ഈ കാലത്ത് കണ്ടുവരുന്നുണ്ട്. ഏറെക്കുറെ നമ്മളെ ശരീരത്തിന് അത്യധികമുള്ള ചൂട് ഏൽക്കാതെ രക്ഷപ്പെടുത്തിയും അന്തരാവയവങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഭക്ഷണശീലങ്ങൾ ശീലിച്ചും അതിനെ മയപ്പെടുത്തി സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകണം. ഈ വേനൽ ചൂട് ശരീരത്തിന് അധികമായാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, മഴ നിലത്ത് വീണാൽ കുരുവായിട്ടൊക്കെയാണ് ആ ശരീരം തവിച്ച്. നമ്മളിപ്പോൾ ചൂടുള്ള ചീഞ്ചട്ടിയിൽ ഒരു ലേശം വെള്ളം കുടിയുമ്പോൾ ഒന്നിച്ച് ചൂട് വമിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് അന്തരീക്ഷത്തിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ശരിയായിട്ട് ഭൂമി തണുക്കുന്നത് വരെ ഈ മനുഷ്യ ശരീരത്തിൽ രോഗാവസ്ഥകൾ വരും. പിന്നെ നല്ലത് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് വയറിളക്കുകയാണ്. വയറിളക്കി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചൂട് പുറത്തേക്ക് ഒഴുക്കി കളയാനാവും. അപ്പോൾ അത്യധികം ഉഷ്ണം അന്തരാവയവങ്ങളെ ബാധിക്കില്ല. ഇത് ഏറ്റവും നല്ലൊരു റെമഡിയാണ് കേട്ടോ. വർഷക്കാലം വരുമ്പോൾ ശരീരത്തെ സംരക്ഷിക്കാനും അതെ, ഈ ഉഷ്ണകാലത്തുമാണ് ഉഷ്ണരോഗങ്ങൾ കുറയാനും ശരീരത്തിൻ്റെ ഉള്ളിലെ താപം കെടാനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരാവയവങ്ങൾ അധികം ഉഷ്ണം സംഭവിക്കുമ്പോൾ, ഉഷ്ണത്തിന് അടിമപ്പെടുമ്പോൾ ഏജിങ് എന്ന് വെച്ചാൽ അത് പാകത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് തടയാൻ, ശരീരത്തിൽ തണുപ്പ് നിലനിർത്താൻ അത്തരം ആഹാരങ്ങൾ ഏറ്റവും നല്ല ഒരു പാനീയം ഞാൻ അനുഭവിക്കുന്നതും കൂവപ്പൊടി കലക്കി തിളപ്പിച്ച് കുടിക്കുന്നതാണ്. അതുപോലെ പച്ചമരുന്നുകൾ നമുക്ക് വീടിന് ചുറ്റും കിട്ടുന്നത് കീഴാർനെല്ലി ആയാലും തുളസി ആയാലും ചെറുള ഇതെല്ലാം ഇട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് തവിഴാമ ഇതെല്ലാം ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കുടിക്കാവുന്നതാണ്. ചെറുപ്പക്കാർക്ക് പിന്നെ അതിൻ്റെ ആവശ്യം വരില്ല. അവരുടെ ശരീരത്തിൽ ആ ചെറുപ്പം കുറേയേറെ കാലാവസ്ഥയെ താങ്ങും. എന്നാലും അത്യധികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം സഹിക്കാവുന്നതിൽ കൂടുതൽ ശരീരത്തെ അനുഭവിപ്പിക്കരുത്. ഉഷ്ണം ഒരു 37-38 ഡിഗ്രിയിലും കൂടുമ്പോഴാണ് ഉഷ്ണതരംഗം ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുട്ടുപൊള്ളിക്കുന്നത്. വേനൽ ചൂട് ശരീരത്തെ, എന്നാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും വേണം. അപ്പോൾ ഒരു 10 മണിക്ക് തന്നെ പുറത്തു പോകാനുള്ളവർ പുറത്തു പോയി വേഗത്തിൽ 11-11:30 ആകുമ്പോഴേക്ക് അത്യുഷ്ണമായി അതിൻ്റെ മുമ്പേ വീടെത്താൻ ശ്രമിക്കണം. പിന്നെ ഈ വയറിളക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സാംക്രമിക രോഗങ്ങൾക്കൊക്കെ തന്നെ വളരെ നല്ലതാണ്.
ആ വിഭക്തി ചൂർണം എന്ന് പറഞ്ഞ ഒരു മരുന്ന് ആയുർവേദത്തിലുണ്ട്. വിഭക്തില്ലാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചൂടുവെള്ളത്തിൽ കലക്കി അത് രാവിലെ കഴിച്ചാൽ പിത്തം, സംസർഗം, കഫം അധികമുള്ളതും എല്ലാം പുറത്തേക്ക് പോകും. ഇടയ്ക്കിടെ ചൂടുവെള്ളം, കഞ്ഞിവെള്ളം ഇതെല്ലാം കുടിക്കണമെന്നേ ഉള്ളൂ. വയറ് നന്നായി ഇളകിപ്പോയി പിന്നെ മൂത്രം ഒഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് കുളിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ മോര് കാച്ചിയിട്ടുള്ള ഊണാണ്, നല്ലോണം വെന്ത ചോറ് അല്ലെങ്കിൽ ചെറുപയർ രസം ഇതെല്ലാം കൂട്ടിയിട്ടാണ് വയറിളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ കഷ്ടപ്പെടുത്തുന്ന ചൂടുകാലത്തു നിന്ന് ശരീരത്തെ സംരക്ഷിക്കണം പൊടിയിൽ നിന്നും. ഈ പൊടിക്കാറ്റൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ത്വക്കിന് ഏറ്റവും ദോഷം വരുത്തുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. ചെറുപയറും അതുപോലെ ഉണക്കനെല്ലിക്കയും ചേർത്ത് അരച്ച് ശരീരത്തിൽ തേക്കുന്നത് ചർമ്മ സംരക്ഷണത്തിനും ഈ ചൂട് ഉള്ളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ഒക്കെ ഒരു ശരണം തന്നെയാണ്. ഇങ്ങനെ നമ്മൾ വേനലിനെ മറികടക്കുക തന്നെ വേണം. എല്ലാ കാലത്തും ഉള്ളതിനേക്കാൾ ഏറ്റവും അധികം ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ത്വക്ക് രോഗങ്ങളും വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോയി കുളിക്കരുത്. ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ചെവി രോഗങ്ങളും നേത്രരോഗങ്ങളും വരും, അതുപോലെ ത്വക്ക് രോഗങ്ങളും. അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് നമ്മളുടെ ഈ വേനൽക്കാലം സന്തോഷപൂർവ്വം കഴിഞ്ഞു പോകട്ടെ. അടുത്തൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. ഇപ്പോൾ നിർത്തുന്നു. നമസ്തേ.